എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂവമ്പ്, പൂ പ്ലസ് അമ്പാണ് പൂവമ്പ്. രണ്ടാമത്തേത്, താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഓപ്ഷൻ എ നങ്ങ്യാർ എന്നുള്ളതാണ്. കൈമൾ എന്നതിന്റെ വിപരീതം കുഞ്ഞമ്മ. തപസ്വി, തപസ്വിനി. സഞ്ചാരി, സഞ്ചാരിണി. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം. അമരം പിടിക്കുക എന്താണ്? വഴി കാണിക്കുക എന്നാണ്. വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. കഴിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ആര്? ബുഭുക്ഷു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം അധിരഥൻ എന്നുള്ളതാണ്. സ്ഥിരം ചോദ്യമാണ് അധിരഥൻ. ഉപക്രമം എന്നതിന്റെ വിപരീതാർത്ഥം ഉപസംഹാരം എന്നതാണ്. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ദ്വന്ദ്വ സമാസം അല്ലേ? 10, 15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ. ഉരുളയ്ക്ക് ഉപ്പേരി. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം. ഹിമം, നീഹാരം, തുഹിരം, തുഖിനം എല്ലാം എന്താണ്? മഞ്ഞാണ്. പ്രാലേയം എന്ന് പറഞ്ഞാലും മഞ്ഞാണ്. തൂലം എന്താണ്? പഞ്ഞിയാണ് യഥാർത്ഥത്തിൽ തൂലം അല്ലേ? പഞ്ഞിയുള്ള ആ നാരുള്ള ഭാഗത്തേണ് എന്ത് വിളിക്കുക? തൂലം എന്ന് വിളിക്കുക. തൂലം എന്നതിന് ആകാശം എന്നും വായു എന്നും അർത്ഥമുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ബഹുവചനം എണ്ണം കൊണ്ട് ഒന്നേ ഉള്ളൂ എങ്കിലും ബഹുമാനമോ ആദരവോ ആരാധനയോ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകവചന ശബ്ദത്തോടൊപ്പം കൾ, മാർ, അർ, ആർ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ അതെന്താണ്? പൂജക ബഹുവചനമാണ് അല്ലേ? വൈദ്യർ എന്നതാണ് ഇവിടെ പൂജക ബഹുവചനമായിട്ട് വരുന്നത്. വൈദ്യർ, ശൂദ്രർ, പണിക്കർ. ഇതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൂജക ബഹുവചനം. അപ്പോൾ അത് എണ്ണം കൊണ്ട് ഒന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ നോക്കിക്കോ, മിടുക്കർ എന്ന് പറയുമ്പോൾ മിടുക്കനും വരാം മിടുക്കിയും വരാം. അലിംഗ ബഹുവചനാണല്ലേ? അത് ഒന്നിലധികം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വൈദ്യർ, ശൂദ്രർ, പണിക്കർ എന്നത് പൂജക ബഹുവചനാണ്. അപ്പോൾ എണ്ണം കൊണ്ട് എത്ര ഉണ്ടാവുള്ളൂ? ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? എണ്ണം കൊണ്ട് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? മിടുക്കർ എന്നതാണ് ഉത്തരം. മിടുക്കർ.